തൊട്ടടുത്ത് വെള്ളം എടുക്കുന്നൊരു അരുവിയുണ്ട് കേട്ടോ. അരുവിയല്ല, ചെറിയൊരു ഈ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഉള്ളൊരു കുളമാണ്. അപ്പോൾ അവിടെ പോയി വെള്ളം എടുക്കാം. പോർട്ടബിൾ സ്റ്റൗവിൽ കത്തിച്ചിട്ട് ഒരു തോർത്ത് കത്തി കരിഞ്ഞു പോയിട്ടോ. ഫിഷ് നമുക്ക് മീൻ ഉണങ്ങാൻ കുറച്ചുകൂടെ സമയം എടുക്കും. പക്ഷെ ഇന്ന് നമ്മളൊരു പടുതായിട്ടോ. എന്തിനാണ് ടെന്റ് കേട്ടോ. സ്റ്റൗ കത്തിയിട്ടുണ്ട് കേട്ടോ. കേരള ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡൽഹി യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മളിനി കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൗണ്ടൈൻ സീരീസിലേക്കാണ് കടന്നിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു മൗണ്ടൈനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ടെൻറ്റ് എടുക്കണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ടെൻറ്റ് ഇല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് ടെൻറ്റ് മിസ്സായി, വീഡിയോ എടുത്ത മൊബൈൽ മിസ്സായി, ഒരു ബാഗ് മിസ്സായി, ഡൽഹി വെച്ചിട്ട് മിസ്സായതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ ഇനി കുറച്ചാൾ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ മൗണ്ടൈനിൽ കയറിയിട്ടുള്ള ടെൻറ്റ് സ്റ്റേ ആയിരിക്കും. ഒരു 1 വീക്കിനുള്ളിൽ നമുക്ക് പുതിയൊരു ടെൻറ്റ് മേടിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളത് വന്നേക്കുന്ന സ്ഥലം തൊടുപുഴയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ നൈസായിട്ട് ഒരു തൊപ്പിയൊക്കെ മേടിച്ച് വെച്ചിട്ടു. വേറെ എൻ്റെ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തെ തൊപ്പിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇവിടെ ചെയ്യാം കേട്ടോ. കാരണം ഇവിടെ നല്ല വ്യൂ ഉള്ള ഒരു സീനറി ഉള്ള, ഞാൻ നോക്കിയിട്ട് ഇവിടെയാണ് അങ്ങോട്ടേക്ക് സൂര്യൻ ഉദിക്കുന്നത്. നമുക്ക് ലൈറ്റ് പോകുന്നതിന് മുന്നേ എടുക്കണം. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ ചൂടാട്ടോ ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മൾ ഓൺലൈനിൽ നിന്ന് പോർട്ടബിൾ സ്റ്റൗ മേടിച്ചതാണ് കേട്ടോ. ഇത് അതിൻ്റെ ഗ്യാസ്, നമ്മുടെ പോർട്ടബിൾ സ്റ്റൗ ആട്ടോ. റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇത് യൂസ്ഫുൾ ആയിട്ടോ. ഞങ്ങൾ ഡൽഹി പോയി കഴിഞ്ഞപ്പോഴത്തേനും യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൽഹി പോയപ്പോൾ ചെറുതായിട്ട് പനിയൊക്കെ പിടിച്ച് കുറച്ച് സീനായിരുന്നു. അപ്പം നമുക്ക് റൂമിൽ യൂസ് ചെയ്യാൻ പറ്റി. അവിടെ റൂമിൽ നോർമൽ റൂമാണ് എടുത്തത്. അപ്പോൾ ഈ സാധനം വെച്ച് നമുക്ക് ചെറിയ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ ചെറിയ ഉപകാരങ്ങൾ പറ്റി. പക്ഷേ ഇത് ഡൽഹിക്ക് വെറുതെ കൊണ്ടുപോയതാ. ഇത് കൊണ്ടുപോയിട്ട് ചെറിയ ഉപകാരം ഉണ്ടായുള്ളൂ. അപ്പോൾ ഇത് വെച്ച് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകണേ. നമുക്ക് ചെറിയൊരു ഫിഷ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഈ നത്തോലി പോലത്തെ നമ്മുടെ ഒഴുവയുടെയൊക്കെ വലിയൊരു ഫിഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് റോസ്റ്റ് ചെയ്യാം. നമ്മളെടുത്തിട്ട് വന്ന മീനാണ് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് വന്നത്. കാരണം നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് കുറവാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ക്ലീൻ ചെയ്തിട്ടാണ് വന്നത്. നമ്മൾ ഒരു വട്ടയില എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മറ്റേ ഫിഷൊക്കെ ക്ലീൻ ചെയ്തു. ഇതിൽ വെക്കാനും മസാല എടുക്കാനും വാഴയില ഉദ്ദേശിച്ച, പക്ഷേ വാഴയില കൊണ്ടുവരാൻ പറ്റിയില്ല. നമുക്ക് വട്ടയില വെച്ച് ക്ലീൻ ചെയ്യാം, മസാല കൂട്ടാം. മസാലയുടെ ബോക്സാണ് കേട്ടോ. ഇതിലാണ് ഞങ്ങൾ മസാല ഫില്ല് ചെയ്തിട്ട് വന്നത്. എല്ലാം കൂടെ മിക്സ് ആക്കിക്കൊണ്ടാണ് കൊണ്ടുവന്നിട്ട് നമുക്ക് മസാല കൂട്ടാം. ഇപ്പോൾ നമുക്ക് നല്ല കാറ്റാണ് കേട്ടോ. പോകാതിരിക്കാൻ രണ്ട് ഉള്ളി വെച്ച് കൊടുക്കാം. പിന്നെ കുടിവെള്ളമൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാനത് കാണിക്കാൻ വിട്ടുപോയി. അത് ഇലയൊക്കെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് മസാല കൂട്ടാം കേട്ടോ. ഇത് നമ്മുടെ മസാലയുടെ ബോക്സാണ്. ഇത് മിക്സ് ആയതാണ് കേട്ടോ. ആദ്യം നമ്മൾ ഫുള്ളായിട്ട് കൊണ്ടുവന്നായിരുന്നു. പക്ഷേ ഇതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. അത് ഇവിടെ കയറി വന്നപ്പോഴത്തേനും ഏകദേശം മിക്സ് ആയതാണ്. ഇപ്പോൾ ഓയിൽ കൊണ്ടുവന്ന് ഇതിനകത്താട്ടോ. ഓയിൽ ബോട്ടിൽ ഫുള്ള് കൊണ്ടുവന്നിട്ടില്ല. ചെറിയൊരു ഡെപ്പിയിലാക്കിയിട്ട് കൊണ്ടുവന്നുള്ളൂ. ജസ്റ്റ് ഓയിൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അയ്യോ തഴപ്പുല്ലി. പിന്നെ കൊഴുവയാണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. നമുക്കങ്ങനെ വരയിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. എങ്ങനെ പോയാലും പിടിച്ചോളും. ഇതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. ആദ്യം കുറച്ച് മീൻ മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ. കൊഴുവയാണ്, നമ്മൾ അധികം വരേണ്ട കാര്യമില്ല കേട്ടോ. വരഞ്ഞ് ക്ലീൻ ആക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് ഇച്ചിരി വലിയ കൊഴുവ കേട്ടോ. ക്യാമറയിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റില്ല. എന്ത് മീൻ പോലാണ് ക്യാമറയിൽ ചിലപ്പോൾ കൊഴുവയായിട്ട് തോന്നത്തില്ല. പൊടിക്കൊഴുവയല്ല ഇത്. ഇത് അത്യാവശ്യം വലിയ കൊഴുവയാണ് കേട്ടോ. കണ്ട തൊട്ടടുത്ത് വെള്ളം എടുക്കുന്നൊരു അരുവിയുണ്ട് കേട്ടോ. അരുവിയല്ല, ചെറിയൊരു ഈ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഉള്ളൊരു കുളമാണ്. അപ്പോൾ അവിടെ പോയി വെള്ളം എടുക്കാം. കൃഷിക്കൊക്കെ അവിടെ കൃഷിപ്പാടമുണ്ട്. മറ്റേ കപ്പയൊക്കെ ഇല്ലേ, കപ്പ കൃഷിയൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് എടുക്കുന്ന വെള്ളമാണ് കേട്ടോ. പക്ഷെ നല്ല വെള്ളമാണ് കേട്ടോ. നല്ല ശുദ്ധജലം. വീട്ടുകാർ വരുന്നതിന് മുന്നേ എടുത്തിട്ട് പോകണം കേട്ടോ. ചെറിയ പായലൊക്കെ ഉണ്ടെന്നുള്ളൂ. പക്ഷേ പ്രകൃതി കനിഞ്ഞിരുന്ന അടിപൊളി വെള്ളം. നമുക്ക് നമുക്ക് മീൻ ഉണങ്ങാൻ കുറച്ചുകൂടെ സമയം എടുക്കും. നമുക്ക് മീൻ മസാല പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ചെറിയൊരു കട്ടൻ ചായ അടിക്കാം. നമുക്ക്
ഇവിടെ ഉണ്ടാക്കാനുള്ള സംവിധാനത്തിൽ ഞാൻ കൊണ്ടുവന്നില്ല കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് പെട്ടെന്നെടുത്ത തീരുമാനമാണ്. ഡൽഹിയിൽ നിന്ന് വന്നിട്ട് നമുക്ക് പെട്ടെന്നൊരു വ്ളോഗ് എടുക്കണമല്ലോ, കണ്ടിന്യൂ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ നമ്മൾ വീട്ടിൽ നിന്ന് ഫ്ലാസ്കിൽ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം നൈസ് ഒരു ചായ കുടിച്ച് കഴിയുമ്പോഴത്തേനും എനിക്ക് തോന്നണേ മസാലയൊക്കെ പിടിക്കും. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് വറുത്ത് തുടങ്ങാം. മഴ മൂടലുണ്ടെന്നാണ് ഞാൻ ഓർത്തത്, പക്ഷേ ഇല്ല കേട്ടോ, മഴയില്ല. മഴ ഉണ്ടായിരുന്നു അടിപൊളിയായത്. ഇവിടെ ചെറിയൊരു അടുപ്പ് പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് ചിരട്ടക്കനൽ ഇതിനകത്ത് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടബിൾ സ്റ്റൗവിനകത്ത് നമുക്ക് മുഴുവൻ കത്തിക്കാൻ പറ്റില്ല. അത് ആ സ്റ്റൗ ഗ്യാസ് ചെറുതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിട്ട് ഈ കല്ലായതുകൊണ്ട് നമുക്ക് കുറച്ച് ഹീറ്റായി കൊടുക്കാം. നല്ലപോലെ ചൂടാക്കി കൊടുത്തിട്ട് നമ്മുടെ പോർട്ടബിൾ സ്റ്റൗവിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് ചിരട്ടക്കനലെടുക്കാം കേട്ടോ. തീ കത്തിപ്പിടിക്കുന്നുള്ളൂ, ചെറിയ കുറച്ച് ഇതുകൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ന്യൂ ഇയറിന് പൊട്ടിക്കുന്നതിൻ്റെ കേട്ടോ. ന്യൂ ഇയർ ക്രിസ്മസിനൊക്കെ വന്ന് പൊട്ടിക്കുന്നതിൻ്റെ ഈ കാണുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്നത് അവിടെയാണ് കേട്ടോ. ആ ഒരു പോർഷനിലാണ് വീഡിയോ എടുക്കുന്നത്. അടിപൊളി ഫ്രെയിമല്ലേ. പക്ഷെ നമ്മളിവിടെ ഇത് കനലാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. പോക കത്തിപ്പിടിച്ചിട്ടോ. അത് കനലായി കഴിയുമ്പോഴത്തേനും നമുക്ക് മറ്റേ ഇത് വെച്ച് കൊടുക്കാം, പാൻ വെച്ച് കൊടുക്കാം. പാനല്ല കേട്ടോ, അതിനെന്താ പറയുക, ദോശക്കല്ല്. നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ചട്ടിന്ന് പിന്നെ ഈ കല്ല് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം കണ്ടോ ചിരട്ട നല്ല ആളി കത്തുന്നുണ്ട്. അതുവരെ ചൂടായിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ കനൽ കിള്ളി തോണ്ടിയെടുക്കാനായിട്ട് കൊണ്ടുവന്ന കേട്ടോ. എടാ അത് എടുത്ത് വെച്ചോ. ഇതും കൂടെ അങ്ങ് ഓടിച്ചിട്ട് പോരെ. ഏത് അതങ്ങ് തള്ളി കിട്ടും എന്നിട്ട് അത് ഹീറ്റായിക്കോട്ടെ. ഇത് വെച്ചിട്ട് ഉടച്ചിട്ട് അടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്. ആ മുനമ്പുള്ള വശം വെച്ച് മുകളിലേക്ക് തള്ളിയിട്. ഓക്കെ വെച്ചോ. കൈ പൊള്ള. അത് മതി. ഹീറ്റായിരിക്കും. ലൈറ്റായിട്ട് ഇച്ചിരി വെള്ളം തിളച്ചിട്ടാൽ മതി. എന്നാ മസാല ദോശ. ഇവിടെ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, കനല് ചൂടായെന്നറിയാം. ദോശ അത് മതി. ചൂടായി. മസാല ദോശ ആദ്യം സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോഴാണ്. പണ്ട് സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോഴേ വലിയ ദോശ ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ വെച്ചാൽ ഫ്രൈ ചെയ്താൽ ഇപ്പം തന്നെ ഫ്രൈ ചെയ്യാൻ തോന്നുന്നു മീൻ. പക്ഷെ ഇവിടെ ഫ്രെയിം താഴെ വെക്കുന്ന കുറച്ചൊരു അടിപൊളി. കല്ലുകൂടെ തിന്നാൻ കൊതിയാണ്. പിടയ്ക്കാതെ നീ. കൊഴുവയും കട്ടൻ ചായയോ. നാളെ നമുക്ക് വലിയ മീനും മേടിക്കാം, മറ്റേ വേറെ എന്തെങ്കിലും മേടിക്കാം കേട്ടോ. ചപ്പാത്തി മേടിച്ചിട്ടില്ല, എന്നിട്ട് ടെൻറ്റോട് എടുക്കാം. ടെൻറ്റ് നമുക്ക് അടുത്ത വീക്ക് ആവുമ്പോൾ എടുക്കാം. മീൻ മേടിച്ചിട്ടേ ഇങ്ങനെ പൊള്ളിക്കണം, എന്നിട്ട് ഇത് മീറ്റ് പൊളിച്ചെടുത്തിട്ട് ചപ്പാത്തി ചൂടാക്കിയിട്ട് റോളാക്കാം. റോളായി കഴിക്കണം. അത് കൊള്ളാം. പക്ഷെ ഇന്ന് നമ്മളൊരു പടുതായിട്ടോ. എന്തിനാണ് ടെൻറ്റ് കേട്ടോ. നമുക്ക് ഉള്ളി കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അവിടെ ചിരട്ട കനൽ ചൂടായിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് ഉള്ളി കട്ട് ചെയ്ത് വെക്കാം. മസാലയ്ക്ക് ഇപ്പോൾ ഏകദേശം പിടിച്ചു കഴിഞ്ഞിട്ടോ. പിന്നെ നല്ല മൂർച്ചയുള്ള കത്തിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുറിഞ്ഞും കിട്ടും. എക്സ് മോഡൽ കത്തിയ ഞാനേ പെട്ടെന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യുന്ന കത്തിയൊന്നുമല്ല. സ്റ്റൗ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെക്കാം കേട്ടോ. വെച്ചാ ഓക്കെ. ഇരിക്കുമോ? കംഫർട്ടബിൾ ആണോ? കുഴപ്പമില്ലോ. ഓക്കെ. അങ്ങനെ നമ്മുടെ സ്റ്റൗവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കത്തിച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റൗവ് കത്തിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്നും ചെരിഞ്ഞു പോലെ. സെറ്റ് സക്സസ് ആയി. എണ്ണ ഇതാവുന്നുണ്ട്. പക്ഷെ ഇത് എണ്ണ ഒരു സൈഡിലോട്ട് പോയിട്ടുണ്ടോ? ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യും. ഇത് നമ്മുടെ തവിയാണ്. ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എണ്ണ പറ്റിയാൽ മതി. അങ്ങനെ വെച്ചാൽ നമുക്ക് തവിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇവിടെ കാറ്റുള്ളതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ പറയുന്ന വോയിസ് ക്ലിയർ ആണോ എന്ന് അറിയാൻ പാടില്ല. നമുക്ക് എന്നാലും നോക്കാം. തീ കുറച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. മറ്റേ ചൂട് വലിയ പുള്ളി വരുന്നില്ല കേട്ടോ. അയ്യോ, വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. മീൻ അത്യാവശ്യം കത്തി മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും മറച്ചിട്ട് കൊടുക്കാം.
നോർത്തിൽ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അഭി നോർത്തിലെ സെറ്റപ്പിലായിട്ടോ. ഞങ്ങൾ ഗ്യാസിൻ്റെ പോർട്ടബിൾ സ്റ്റൗന്ന് മാറ്റിയിട്ട് പോർട്ടബിൾ സ്റ്റൗവിൽ കത്തിച്ചിട്ട് ഒരു തോർത്ത് കരിഞ്ഞു പോർട്ടബിൾ സ്റ്റൗവിൽ കത്തിച്ചിട്ട് ഒരു തോർത്ത് കരിഞ്ഞു പോയിട്ടോ. അതുമല്ല അതിൽ നല്ല കാറ്റടിച്ചിട്ട് ഗ്യാസ് സ്പ്രെഡായി പോവുക, വെറുതെ തീ കത്തി കളഞ്ഞിട്ടിരിക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ ചിരട്ടക്കാലിൽ നമ്മൾ നേരത്തെ കത്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനകത്തോട്ടിട്ട് കത്തിച്ചു കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഫിഷ് ചിക്ക് ചെയ്ത് ഉദ്ദേശിച്ച പോലെ പ്രോപ്പറായിട്ട് കിട്ടിയില്ല കേട്ടോ, എല്ലാം കത്തി കരിഞ്ഞു പോയി. പക്ഷേ സംഭവം അടിപൊളി കേട്ടോ. കരിഞ്ഞിട്ടില്ല. കനലിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ കനലിൻ്റെ ഒരു ചാർക്കോൾ ഫ്ലേവർ അത് അടിപൊളിയാണ് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ സാമ്പിളിന് വേണ്ടി ഇരുട്ടായി തുടങ്ങും, അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എടുത്തു കേട്ടോ. ബാക്കി ഇനിയും നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എന്നാലും കൊള്ളാം, ഇത്രയും മറത്ത് കഴിഞ്ഞപ്പോഴത്തേനും. പിന്നെ കൊഴുവാൻ കൂടാണ്ട് പറയണ്ട, പ്രത്യേകം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ അടുത്ത വീഡിയോ നമ്മൾ ഇതുപോലെ ആയിരിക്കും, മൗണ്ടൈനിൽ ക്യാമ്പ് ചെയ്ത് ടെൻ്റ് അടിച്ച് അങ്ങനത്തുള്ള പരിപാടി ആയിരിക്കും കേട്ടോ. നമുക്ക് ടെൻ്റ് ചെയ്ത് ക്യാമ്പിങ്, കുക്കിങ് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് കുറച്ച് നാൾ അങ്ങനെ പോവാം.